ഇവിടെ ഒരു സർക്കാർ എന്ന നിലക്ക് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ രംഗവും നല്ല രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകളോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ കണക്കുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യുവാക്കൾ ആഗ്രഹിക്കുന്ന കാര്യം കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ്. ആ തൊഴിൽ ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നത്. ആധുനിക തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഉയർന്നു വരാനാണ് പോകുന്നത്. അത് IT രംഗത്തുള്ള പുരോഗതി മാത്രമല്ല, മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളും ഇവിടെ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അത്തരം സ്ഥാപനങ്ങൾക്ക് നാം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിന് മതിയായത്ര ഭൂമിയില്ല എന്നത് വസ്തുതയാണ്. കാരണം മറ്റു ചില സംസ്ഥാനങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഭൂമിയുണ്ട്. നമ്മൾ ജനസാന്ദ്രത ഏറ്റവും കൂടുതലൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഭൂമി, അതിൻ്റെ അളവ് നമുക്ക് കുറവാണ്. എങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യാവസായിക രംഗത്ത് വലിയ തോതിൽ കുതിച്ചുയരുന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. IT മേഖല വലിയ തോതിൽ പുരോഗതി പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, പുതിയ സംരംഭങ്ങൾ വ്യവസായ രംഗത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായത്. നല്ല രീതിയിൽ ആ മേഖല വീണ്ടും പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ കാർഷിക രംഗം വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അഭിവൃദ്ധി കാർഷിക രംഗത്തുണ്ടായിരിക്കുന്നു. എന്നാൽ വരൾച്ചയുടെ ഭാഗമായി നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ നാണ്യവിള കൃഷി ചെയ്യുന്നവർ, റബ്ബർ കൃഷിക്കാർ, ഏലകൃഷിക്കാർ, കുരുമുളക് കൃഷിക്കാർ, ഇങ്ങനെയെല്ലാമുള്ളവർ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണമെന്നാണ് സർക്കാർ കാണുന്നത്. അതിനുള്ള നടപടികളിലേക്കും നീങ്ങാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേരളം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇത് കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് വരൾച്ച കൊണ്ട് കെടുതിയുണ്ടായാൽ ഒരു വിളയെ ചെറിയ തോതിൽ ബാധിക്കുകയാണ് ചെയ്യുക. ആ സമയത്തുണ്ടാകുന്ന നഷ്ടമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വരൾച്ചയുടെ ഭാഗമായി ഏലത്തിനും മറ്റും നഷ്ടമുണ്ടാകുന്നു എന്ന് വന്നാൽ അത് ആ ഘട്ടത്തിൽ മാത്രമുള്ള നഷ്ടമല്ല, തുറന്നുള്ള വർഷങ്ങളിലേക്കടക്കം അത് ബാധിക്കുകയാണ്. ആ കൃഷിയെ തന്നെ ബാധിക്കുകയാണ്. അത്തരത്തിലുള്ള കേരളത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പരിഹരിച്ചു പോകണമെന്നാണ് നാം കാണുന്നത്. നമുക്ക് ദീർഘമായ ഒരു കടലോരമാണുള്ളത്. ആ കടലോരത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് സഹായിക്കേണ്ടതാണ്. കടലാക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങളും പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ കാര്യം. പക്ഷേ ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. എങ്കിലും ആ രംഗത്ത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമെന്നത് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്ന നില തന്നെ ആ കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.